എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോമ്പിനേഷൻ ആണ്, അതിന്റെ ഇക്വേഷൻസും അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആദ്യ കണക്ക് നമ്മൾ നോക്കാം. If NC6 is equal to NC5, find the value of n. ആ n ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അടുത്ത ചോദ്യത്തിൽ അവർ പറയുന്നു find NC2. ഓക്കേ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് രണ്ട് NCx NCy ഈക്വൽ ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് x r ഈക്വൽ ആവണം, ഒന്നുകിൽ x r ഈക്വൽ ആവണം, y ഈക്വൽ ആവണം, അല്ലെങ്കിൽ n എന്ന് പറയുന്നത് r ഈക്വൽ ആവണം, x y ഈക്വൽ ആവണം. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കേ, ഇതാണ്. അപ്പോൾ NCx NCy ഈക്വൽ ആവണമെങ്കിൽ രണ്ട് കോമ്പിനേഷന്റെ വാല്യൂ പരസ്പരം ഈക്വൽ ആവണമെന്നുള്ള കണ്ടീഷൻ x ന്റെ വാല്യൂ y യുടെ വാല്യൂ ഈക്വൽ ആവണം, അല്ലെങ്കിൽ n എന്ന് പറയുന്നത് ആരുടെയൊക്കെ x ന്റെയും y യുടെയും സമ്മിൽ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് എഴുതാം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്യുന്നത് NCx NC5. ഓക്കേ, അപ്പോൾ നമുക്ക് ഇവിടെ n ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആരൊക്കെ കൂട്ടിയാൽ മതി, x y, അല്ലെങ്കിൽ x ഉം y ഈക്വൽ ആയിരിക്കും. അങ്ങനെ കണ്ടീഷൻ ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ n ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ രണ്ട് കോമ്പിനേഷൻ പരസ്പരം ഈക്വൽ ആവണമെങ്കിൽ n ന്റെ വാല്യൂ എന്ന് പറയുന്നത് r ഈക്വൽ ആണ്, x y ഈക്വൽ ആണ്. അപ്പോൾ n is equal to x y എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഇവിടെ, 6 + 5 equal to 11. x 6 + y 11 ആണ് നമുക്ക് എന്ത് കിട്ടിയത്, n ന്റെ വാല്യൂ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് n ന്റെ വാല്യൂ നമുക്ക് ആദ്യത്തെ ഇത് പാർട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, find NC2. അപ്പോൾ NC2 കണ്ടുപിടിക്കാം. NC2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കണ്ടുപിടിച്ചാൽ മതി, n ന്റെ സ്ഥാനത്ത് ഇപ്പോ നമുക്ക് എത്ര കിട്ടി, n ന്റെ സ്ഥാനത്ത് ഇപ്പോ എത്ര കിട്ടി, 11. അപ്പോൾ 11C2. ഓക്കേ, 11C2 ആണ്. അപ്പോൾ എന്താണ് NCR നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻടു n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കേ, നമ്മൾ പഠിച്ചതല്ലേ. എന്താണ് NCR എന്ന് പറയുന്നത്, n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻടു n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 11C2 എന്ന് പറയുന്നത് എന്താണ്, 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻടു 11 മൈനസ് 2 ഫാക്ടോറിയൽ. ഓക്കേ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ 11 മൈനസ്, അപ്പോൾ 11 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. 11 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9 ഫാക്ടോറിയൽ. 11 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം, 11 ഇൻടു 10 ഇൻടു എന്ന് എഴുതാം 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഇൻടു 9 ഫാക്ടോറിയൽ. ആരെ കാരെ കട്ട് ചെയ്യും, 9 ഫാക്ടോറിയൽ കട്ട് ചെയ്യും. 2 കൊണ്ട് 10 കട്ട് ചെയ്യുമ്പോൾ എത്ര, 5. 11 ഇൻടു 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എത്ര കിട്ടും, ആൻസർ 55 എന്ന് കിട്ടും. ആൻസർ കിട്ടും 55 എന്ന് കിട്ടും. ഓക്കേ, അപ്പോൾ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ ആൻസർ കിട്ടും. എങ്കിലും നമ്മൾ ഈ രീതിയിൽ ഇക്വേഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. അപ്പോൾ രണ്ട് കോമ്പിനേഷൻ ഈക്വൽ ആണെങ്കിൽ n ന്റെ വാല്യൂ എന്ന് പറയുന്നത് x + y ഈക്വൽ ആണ്. അപ്പോൾ അത് വെച്ച് NC6 NC5 ഈക്വൽ ആണെങ്കിൽ n എന്ന് പറയുന്നത് 6 + 5 11 ആയിരിക്കും. അപ്പോൾ NC2 എന്ന് പറയുന്നത് 11C2 എന്ന് പറയുന്നത് 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻടു 11 മൈനസ് 2 ഫാക്ടോറിയൽ 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഇൻടു 9 ഫാക്ടോറിയൽ. അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 55 എന്നാണ് നമ്മുടെ വാല്യൂ. ഓക്കേ, അപ്പോൾ അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. അത് ഇതേകണക്ക് മറ്റൊരു പ്രോബ്ലം ആണ്. ഓക്കേ, ഇവിടെ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ്. ഇവിടെ r ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും 22C r + 2 r ഈക്വൽ ആണ് 22C 2r - 1. ഇവിടെയും രണ്ട് കണ്ടീഷൻ NCx NCy ഈക്വൽ ആണെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കേ, നമുക്ക് അവിടെ r ന് രണ്ട് വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. കാര്യം അവിടെ 22C r + 2 22C 2r - 1 ഈക്വൽ ആണ്. അതായത് NCx NCy ഈക്വൽ ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ x r ഈക്വൽ ആണ്, y ഈക്വൽ ആണ്. ഇവിടെ x ന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, r + 2. ഇവിടെ y യുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, 2r - 1. ഓക്കേ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് x r ഈക്വൽ ആണ്, y ഈക്വൽ ആണ്. അത് വെച്ചിട്ട് r + 2 = 2r - 1. ഓക്കേ, അല്ലെങ്കിൽ 2r - 1 r ഈക്വൽ ആണ് r + 2 ന്. നമുക്ക് വേണമെങ്കിൽ ഈ r നെ അപ്പുറത്തോട്ടോ -1 നെ ഇപ്പുറത്തോട്ടോ വരുമ്പോൾ 2 + 1 ഈ r നെ അപ്പുറം പോകുമ്പോൾ 2r - ഓക്കേ, ഇവിടെ ആ 2 യുടെ കിടപ്പുണ്ട്, മൈനസ് എന്ന് ഇപ്പുറം വരുമ്പോൾ +1 ആവും. ഈ പ്ലസ് r അവിടെ പോകുമ്പോൾ -r ആവും. അപ്പോൾ 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്. 2r 4 കുറച്ച് എത്രയാണ്, r = 3. അല്ലെങ്കിൽ നമ്മൾ 3 r എന്ന് പറഞ്ഞാൽ r ന്റെ വാല്യൂ എത്രയെന്ന് തന്നെയാണ്, 3 എന്ന് തന്നെയാണ്.
അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് x y ഈക്വൽ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു n ആർക്ക് ഈക്വൽ ആണ്, x പ്ലസ് y ഈക്വൽ ആണ്. അത് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. n is equal to എന്താണ് x plus y. രണ്ട് കണ്ടീഷൻ നമുക്ക് രണ്ട് പേര് നമുക്ക് n എന്ന് പറയുന്നത് ഇവിടെ കണ്ട 22, ഇവിടെ എത്രയാണ് 22. ഓക്കേ, അങ്ങനെയാണ് എങ്കിൽ 22 is equal to എന്താണ് x plus y. x plus y x ന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, r plus 2 ആണ്. അപ്പോൾ r plus 2 പ്ലസ് y യുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത് 2r minus 1. അപ്പോൾ 22 is equal to ഈ r ഒരു r ഉം രണ്ട് r ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3r എന്ന് കിട്ടും. 3r 2 എന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഓക്കേ, ഇനി നമുക്ക് ആ 1 നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും, നെഗറ്റീവ് ആവും. അപ്പോൾ എന്തിനാവും 22 minus 1 is equal to 3r, അല്ലെങ്കിൽ 3r is equal to നമുക്ക് എത്രയെന്ന് എഴുതാം 21 എന്ന് എഴുതാം. r ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഈ 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന 3 അപ്പുറത്ത് പോകുമ്പോൾ എന്തിനാവും, അത് ഡിവൈഡ് ആവും. r ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 21/3. ആൻസർ എത്ര കിട്ടും, 7 കിട്ടും. ഇവിടെ r ന് രണ്ട് വാല്യൂ കിട്ടും. r എന്ന് പറയുന്നത് രണ്ട് വാല്യൂ ശരിയാണോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. r ന്റെ വാല്യൂ 3 അടുത്ത് എവിടെയാണ് 3 + 2. 3 + 2 എന്ന് പറയുമ്പോൾ 5. ഇവിടെ 3 * 2 6 - 1 5. കുഴപ്പമില്ല, ഇത് n ന്റെ വാല്യൂ ആണ്. എപ്പോഴും r ന്റെ വാല്യൂനെക്കാട്ടും എന്ത് ചെയ്ത് വലുതായിരിക്കേണ്ടത്. ഓക്കേ, 7 ഇട്ട് കൊടുക്കാം. 7 + 2 9. കുഴപ്പമില്ല. ഇവിടെ 7 * 2 14 - 1 13. അപ്പോൾ അതും കുഴപ്പമില്ല. ഓക്കേ, അതായത് അവിടെ r ന്റെ വാല്യൂ എന്ന് പറയുന്നത് n-നെക്കാട്ടും എപ്പോഴും കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ രണ്ട് വാല്യൂ നമുക്ക് r ആയിട്ട് നമുക്ക് എടുക്കുന്നതുകൊണ്ട് എന്തില്ല, കുഴപ്പമില്ല. അപ്പോൾ r ന്റെ വാല്യൂ എന്താണ് 3 or എന്താണ് 7 ആണ്. ഈ രണ്ട് വാല്യൂ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എടുക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത്തവണ ഇംപ്രൂവ്മെന്റ് എക്സാമിന് പോലും ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ n ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ഇവിടെ പിന്നെ ഒരൊറ്റ കേസ് മാത്രം എടുത്താൽ മതി. ഇവിടെ എന്തായാലും x y ഈക്വൽ അല്ല. ഇവിടെ n ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ x plus y ആണ്. അത് കൂട്ടുമ്പോൾ 11 കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഏത് കണക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്തു നോക്കാം. അവിടെ r ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ രണ്ട് വാല്യൂ കിട്ടാൻ നമുക്ക് എന്താ ചാൻസ് ഉണ്ട്. ഓക്കേ, നമുക്ക് ഈ ടൈപ്പ് വേറെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അടുത്ത പ്രോബ്ലം നമ്മൾ പെർമ്യൂട്ടേഷനിൽ ചെയ്ത അതേ ടൈപ്പ് ഇവിടെയും n ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതേക്കുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡബിൾ ഫോം എടുത്തിട്ട് വേണം നമ്മളോട് ചെയ്യാൻ. ഓക്കേ, എക്സ്പാൻഡബിൾ ഫോം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് n ന്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇവിടെ 2nc3 11 * nc3 ക്ക് ഈക്വൽ ആണ്. അങ്ങനെ n ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ അത് എടുത്ത് എഴുതുക. 2nc3 11 * nc3. ഓക്കേ, നമുക്ക് ഈ 2nc3 എന്ന് പറഞ്ഞാൽ എന്താണ്, NCR എക്സ്പാൻഡബിൾ ഫോം എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ. എന്താണ് n * n - 1 * n - 2 etc plus n - r + 1 ഹോൾ ഡിവൈഡ് ബൈ എന്താണ് r ഫാക്ടോറിയൽ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് വെച്ചിട്ട് ഞാൻ ഈ 2n - 3 ഒന്ന് എഴുതുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് റൈറ്റ് സൈഡിലോട്ട് ഞാൻ എഴുതുന്നത്. 2nc3 അതിനെ എവിടെ വരെ പോകും എന്ന് ചോദിച്ചാൽ 2n - 3 + 1 വരെ പോയെ. 2n - 3 n ന്റെ സ്ഥാനത്ത് കിടക്കുന്ന 2n ആണ്. n - r + 1 വരെയാണ് പോകുന്നത്. അതിന്റെ പ്രോഡക്റ്റ് എവിടെ വരെ എഴുതി പോകും, ആ n - r + 1 വരെ എഴുതി പോകും. ഇവിടെ n എന്ന് പറയുന്നത് 2n ആണ്. അപ്പോൾ n - r + എന്ന് പറയുമ്പോൾ 2n, n ന്റെ സ്ഥാനത്ത് 2n ആണ്. മൈനസ് r, r ന്റെ സ്ഥാനത്ത് 3 ആണ്. പ്ലസ് 1. ഓക്കേ, -3 ഒന്നുകൂടെ കൂട്ടിയാൽ എന്താണ് 2n - 2 വരെ പോകും. ഓക്കേ, ഇപ്പോൾ എവിടെ വരെ പോകും എന്ന് ചോദിച്ചാൽ 2n ഇൻറ്റു അടുത്തത് 2n - 1 ഇൻറ്റു എവിടെ വരെ പോകും, 2n - 2 ഹോൾ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ. r ന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, 3 ഫാക്ടോറിയൽ. ഓക്കേ, അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പെർമ്യൂട്ടേഷനിൽ എന്ത് ആരില്ല, r ഫാക്ടോറിയൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പെർമ്യൂട്ടേഷനെ r ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് npr ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ആണ് ncr നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. ഓക്കേ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 3 ഫാക്ടോറിയലോട് വന്നത്. ഓക്കേ, അതേപോലെ നമ്മൾ nc3 നമുക്ക് അതേപോലെ നമുക്ക് ചെയ്യാം. n - r + 1 വരെ പോകും. n - 3 + 1 എന്ന് പറയുന്നത് n - 2 വരെ പോകും. അപ്പോൾ എന്താണ് n ഇൻറ്റു അത് നമ്മൾ അവിടെ പഠിച്ചതാണ്. n - 1 ഇൻറ്റു n - 2 ഡിവൈഡ് ബൈ എന്താണ് 3 ഫാക്ടോറിയൽ. ഓക്കേ, നമുക്ക് അതിന്റെ വാല്യൂ എടുത്ത് ഇങ്ങോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഈ 2nc3 ക്ക് വരെ നമ്മൾ അവിടെ എഴുതി വെച്ച 2n ഇൻറ്റു എന്താണ് 2n ഇൻറ്റു 2n - 1 ഇൻറ്റു എന്താണ് 2n - 2 ഡിവൈഡ് ബൈ എന്താണ് 3 ഫാക്ടോറിയൽ is equal to 11 into nc3 ക്ക് വരെ നമ്മൾ എന്ത് എഴുതും, n into n - 1 into n - 2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. ആരൊക്കെ കട്ട് ചെയ്തു പോകും, ഈ 3 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും നമുക്ക് എന്ത് ചെയ്യാൻ കളയും, കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ ആരുണ്ട്, 2n ഉണ്ട് ഇൻറ്റു അടുത്ത എന്താണ് 2n - 1. ഓക്കേ, അടുത്തത് 2n - 1
into ഈ 2n minus 2 നാലെയും പുറത്തെടുക്കാം 2 നെയും പുറത്തെടുത്താൽ 2 into എന്തിനാണ് n minus 1 okay but 2 into n 2n 2 into minus 1 minus 2 okay is equal to 11 into n minus 1 into n minus 2 okay അങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് ആരൊക്കെ കട്ട് ചെയ്ത് പോകുന്നു ചോദിച്ചാൽ ഇവിടുത്തെ n ഉം ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ കണക്കുള്ള ടേംസിനെ കട്ട് ചെയ്ത് കളയാം നമ്മൾ കൺവേർട്ടേഷൻ ചെയ്തിട്ടുള്ളതാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത് ഈ 2n minus 1 ഉം 2n minus 1 എന്ത് ചെയ്യും കട്ട് ചെയ്ത് കളയും ഇവിടെ ഇനി ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ഉണ്ട് 2 ഉണ്ട് 2 into 2 4 4 into 2n minus 1 equal to പിന്നെ ആരുണ്ട് 11 ഉണ്ട് അവിടെ പിന്നെ ആരുണ്ട് n minus 2 നമുക്ക് ഇനി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം 4 നെ 2n കൊണ്ട് ഗുണിച്ചാൽ 8n minus 4 11 into n 11 into minus 2 minus 22 ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ നമുക്ക് നാളെ ഈ പറയുന്ന ഓരോ n നെ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുപോവാം നമ്പേഴ്സിനെ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം ഞാൻ മൈനസ് 22 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു 8 എപ്പുറത്തോട്ട് കൊണ്ടുപോകും റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ മൈനസ് 4 പ്ലസ് ഓക്കേ ഒന്നുകൂടെ നമുക്ക് എഴുതാം ഓക്കേ മൈനസ് 4 പ്ലസ് 22 is equal to 11 8 അപ്പുറം പോകുമ്പോഴാവും മൈനസ് 8 മൈനസ് 4 22 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 is equal to എന്തിനാണ് 3 അപ്പോൾ 18 is equal to എന്തിനാണ് 3n എന്നാണ് അപ്പോൾ ഓക്കേ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എഴുതാം അല്ലെങ്കിൽ 3n is equal to എന്തെന്ന് എഴുതാം 18 എന്ന് എഴുതാം n is equal to 18/3 ആൻസർ എത്ര കിട്ടും 6 ഓക്കേ n is equal to 18/3 എന്ന് പറയുന്ന ആൻസർ എത്ര കിട്ടും 6 എന്ന് കിട്ടും ഓക്കേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഈ ടൈപ്പ് കണക്ക് നമ്മൾ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ എക്സ്പാൻഡബിൾ ഫോം റൈറ്റ് സൈഡിലോട്ട് എഴുതി മനസ്സിലാക്കാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ 2nc3 എന്ന് പറയുമ്പോൾ 2n into 2 minus 1 into 2 minus 2 divided by r factorial നമ്മൾ 3 factorial nc3 എന്ന് പറയുമ്പോൾ n into n minus 1 into n minus 2 whole divided by 3 factorial സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും നമുക്ക് ഇവിടെ 3 factorial കട്ട് ചെയ്ത് കളയാം ഇവിടെ 2n minus 2 നെ ഞാൻ 2 നെ പുറത്തെടുത്തു ബാക്കി n minus 1 ആണ് n minus 1 പോകും n ഉം പോകും 2 into 4 ഉണ്ട് 4 into 2n minus 1 11 into n minus 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു n നെ എല്ലാവരും സൈഡിലോട്ട് കൊണ്ടുപോയി നമ്പേഴ്സിനെ എല്ലാവരും സൈഡിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ 3n is equal to 18 n is equal to 18/3 is equal to ന്റെ വാല്യൂ എത്രയെന്ന് കിട്ടും നമുക്ക് 600 കിട്ടും ഓക്കേ ഇതേ കണക്ക് ഉള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റിൽ ഒരുപാട് ഉണ്ട് ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് കാരണം ഒരുപാട് പരീക്ഷകളിൽ ഇതാണ് n ന്റെ വാല്യൂ r ന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കേ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം nc2 is to 2nc1 is equal to 3 is to 2 okay find the value of n ന്റെ വാല്യൂ എത്രയാണ് ചോദിച്ചിരിക്കുന്നേ nc2 is to 2nc1 is equal to 3 is to 2 find the value of n okay is to വരുമ്പോൾ നമ്മൾ എന്തായിട്ട് എഴുതത്തുള്ളൂ ഫ്രാക്ഷൻ ആയിട്ട് എഴുതത്തുള്ളൂ അപ്പോൾ എങ്ങനെ എഴുതും nc2 divided by 2nc1 is equal to 3/2 okay ഡൗട്ട് ഉണ്ടോ ഇല്ല nc2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ ചെയ്ത സൈഡിലോട്ട് എഴുതിയിടാം ഡൗട്ട് ഉണ്ടെങ്കിൽ nc2 എങ്ങനെ എഴുതും n minus r plus 1 വരെ പോകും n into n minus r എന്ന് പറഞ്ഞാൽ n minus 2 plus 1 n minus 2 plus 1 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് n minus 1 വരെ പോകത്തുള്ളൂ ഓക്കേ അങ്ങനെയാണെങ്കിൽ എന്താ എഴുതും n into n minus 1 divided by r factorial 2 factorial ഓക്കേ ആ ഡൗട്ട് ഉണ്ടോ 2 factorial എന്ന് പറഞ്ഞാൽ 2 ആണ് അപ്പോൾ n into n minus 1 divided by എത്രന്നെല്ലാം 2 എന്ന് എഴുതാം അടുത്തൊരു ടേം എന്ന് പറയുന്നത് 2nc1 ആണ് ആ 2nc1 നിങ്ങൾക്ക് എഴുതാം എവിടെ വരെ പോകും നമുക്ക് നോക്കാം 2n into 2n minus 1 into 2n minus 2 into 2n minus അങ്ങനെ എവിടെ വരെ പോകും നമുക്ക് അറിയണ്ടേ എവിടെ വരെ പോകും n minus r plus 1 വരെ പോകും 2n ആ ഭാഗം കിടക്കുന്നേ but 2n minus 1 plus 1 2n അതായത് n ന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുമ്പോൾ r ന്റെ സ്ഥാനത്തുണ്ട് അപ്പോൾ 2n minus അപ്പോൾ ആരും കട്ട് ചെയ്തു പോകും ആ മൈനസ് 1 പ്ലസ് 1 പോകും അതായത് ആര് മാത്രമേ ഉള്ളൂ ആ 2n മാത്രമേ ഉള്ളൂ താഴെ ആരുടെ ഫാക്ടോറിയൽ ആ 1 ന്റെ ഫാക്ടോറിയൽ അതായത് ആര് 2n by എത്ര 1 2n by 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ആ 2n എന്ന് തന്നെയാണ് ഓക്കേ അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതാം nc2 ന് വരെ നമുക്ക് എഴുതാം n into n minus 1 divided by എത്രയെന്ന് എഴുതാം ആ 2 എന്ന് എഴുതാം whole divided by 2nc1 വരെ എന്ത് എഴുതാം 2n divided by 1 is equal to എന്ന് എഴുതാം 3/2 ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ മൾട്ടിപ്ലൈ ചെയ്യുവേ അപ്പോൾ എന്ത് n into n minus 1 divided by 2 into 1 divided by 1 divided by 2n is equal to 3/2 അപ്പോൾ ആരൊക്കെ കട്ട് ചെയ്തു പോകും അവിടുത്തെ n ഉം n ഉം എന്ത് ചെയ്യും കട്ട് ചെയ്തു പോകും ഇവിടെ ന്യൂമറേറ്റർ പിന്നെ ആര് മാത്രമേ ഉള്ളൂ
അങ്ങോട്ട് എഴുതാം. ന്യൂമറേറ്റർ പിന്നെ n - 1 ഡിനോമിനേറ്റർ 2 * 2 എത്ര 4 ഈസ് ഈക്വൽ ടു എന്താണ് 3/2. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ക്രോസ് ചെയ്യുമ്പോൾ എന്താവും 2 * n - 1 ഈസ് ഈക്വൽ ടു 4 * 3. ഓക്കേ, നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും 2n - 2 ഈസ് ഈക്വൽ ടു 12. 2n ഈസ് ഈക്വൽ ടു എത്ര 14 -2 അപ്പോൾ നമുക്ക് എന്താവും +2 ആവും. n ഈസ് ഈക്വൽ ടു 14/2 ഈസ് ഈക്വൽ ടു എത്രയെന്ന് വരും 7 എന്ന് വരും. ഓക്കേ, ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ഇങ്ങോട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കേ, അപ്പോൾ ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ നേരത്തെ എഴുതിയ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആയിട്ട് ആദ്യം എന്ത് ചെയ്യാം മാറ്റി എഴുതുക. അപ്പോൾ nc2 യുടെയും 2nc1 ന്റെ വാല്യൂ ഒക്കെ 2n - 1 ആണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി എഴുതി അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് n എല്ലാം കട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുമ്പോൾ n ന്റെ വാല്യൂ എത്രയെന്ന് കിട്ടും 7 എന്ന് കിട്ടും. ഓക്കേ, അപ്പോൾ അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. How many chords can be drawn through 21 point on a circle? അതായത് സർക്കിളിൽ 21 പോയിന്റ് ഉണ്ട്. ആ 21 പോയിന്റിൽ കൂടി എത്ര കോഡ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കിൾ 21 പോയിന്റ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കേ, ആ സർക്കിളിനകത്ത് 21 പോയിന്റ് ഇപ്പോൾ ഇതിനകത്ത് 21 പോയിന്റ് ഉണ്ട്. അത് എവിടെ വേണമെങ്കിലും നമുക്ക് 21 പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിലെ കൂടെ എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോഡ്സ് എന്ന് പറയുമ്പോൾ 2 പോയിന്റ് ചേർത്ത് വരയ്ക്കുമ്പോഴാണെന്ന് പറയുന്നത് കോഡ് വരും. സർക്കിളിൽ ആ 2 പോയിന്റ് ചേർത്ത് വരയ്ക്കുമ്പോഴാണ് കോഡ് ഉണ്ടാവും. അപ്പോൾ ഇതേടക്ക് നമ്മൾ ഒരു സർക്കിളും വരച്ച് അതിനകത്ത് 21 പോയിന്റ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കോഡുകൾ വരച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതിനുവേണ്ടിയാണ് നമ്മൾ എളുപ്പത്തിൽ എന്ത് പഠിച്ചത്? ഇവിടെ കോമ്പിനേഷൻ പഠിച്ചത്. എങ്ങനെ സെലക്ട് ചെയ്യും, എങ്ങനെ ചൂസ് ചെയ്യും നമ്മൾ പഠിച്ചത്, കോമ്പിനേഷൻ പഠിച്ചത് അതിനു വേണ്ടിയാണ്. ഓക്കേ, അപ്പോൾ ഒരു കോഡ് വരയ്ക്കണമെങ്കിൽ എത്ര പോയിന്റ് വേണം? 2 പോയിന്റ്. a code determined by 2 points in a circle. Okay, 2 point on a circle. ഒരു സർക്കിളിനകത്തെ 2 പോയിന്റ് ചേർത്ത് വരയ്ക്കുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു കോഡ് ഫോം ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഓക്കേ, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കോഡ് വരയ്ക്കാമെന്ന് അവർ ചോദിച്ചിരിക്കുന്നേ. നമ്മളെ കയ്യിൽ മൊത്തം എത്ര പോയിന്റ് ഉണ്ട്? 21 പോയിന്റ് ഉണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 21 ആണ്. അതിൽ നിന്ന് ഞാൻ എത്ര പോയിന്റ് എടുത്താൽ എനിക്ക് ഒരു കോഡ് വരയ്ക്കാൻ പറ്റും? 21 പോയിന്റ് ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് 21 പോയിന്റ് നിപ്പുണ്ട്. അതിൽ നിന്നും നമുക്ക് എത്ര കോഡ് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 2 പോയിന്റ് ചേർത്ത് വരയ്ക്കുമ്പോഴാണ് ഒരു കോഡ് സർക്കിളിൽ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അപ്പോൾ 21ൽ നിന്നും ഞാൻ 2 പോയിന്റ് എടുക്കുമ്പോൾ ഒരു കോഡ് ഫോം ചെയ്തു. അപ്പോൾ ഞാൻ എത്രണ്ണം സെലക്ട് ചെയ്തു? എന്റെ കയ്യിൽ മൊത്തം 21 പോയിന്റ് ഉണ്ടായിരുന്നേ. അതിന് 2 പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ 21ൽ നിന്നും 2 എണ്ണം എടുത്തു. അപ്പോൾ n എന്ന് പറയുന്നത് 21 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് 21 ആണ്. അതിൽ നിന്ന് 6 പോയിന്റ് ഞാൻ എടുത്തു. 6 പോയിന്റ് ടേക്കൺ അറ്റ് എ അപ്പോൾ NCR. അപ്പോൾ എത്ര വരും? 21 CR. CR ന് പകരം C2 ആണ് ആൻസർ. ഓക്കേ, നമ്പർ ഓഫ് കോഡ്സ് ഈസ് ഈക്വൽ ടു മൊത്തം എത്ര കോഡ് ഉണ്ടായിരുന്നു? എത്ര പോയിന്റ് ഉണ്ടായിരുന്നു? 21 പോയിന്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ എത്ര പോയിന്റ് എടുത്താലേ കോഡ് വരയ്ക്കാൻ പറ്റൂ? 2. ആൻസർ 21 C2 ആണ് ആൻസർ. ഓക്കേ, അത് നമുക്ക് ആൻസർ ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 210. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററോ നമുക്ക് അല്ലാതെ ബേസിക് ആയിട്ട് ചെയ്ത് നോക്കുമ്പോഴോ നമുക്ക് എത്ര കിട്ടും? ആൻസർ 210. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, ഈ കോഡ്സിന്റെ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഈ കോഡ്സിന് പകരം എന്ത് ചോദിക്കാൻ വേണമെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കണമെന്ന് ചോദിക്കാം. സർക്കിളിനകത്ത് ഒരുപാട് പോയിന്റ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ എത്ര പോയിന്റ് സെലക്ട് ചെയ്യണം? കോഡ് വരയ്ക്കാൻ 2 പോയിന്റ് അല്ല സെലക്ട് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ 2 അങ്ങ് മാറി അവിടെ എന്താവും പിള്ളേരെ? 3 ആവും. ഓക്കേ, ഇതൊക്കെ നല്ല ചോദ്യങ്ങൾ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ചൂസ് ചെയ്യാനുള്ള കോമ്പിനേഷൻ ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്താൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കേ, in how many ways can a team of 3 boys and 3 girls be selected from 5 boys and 4 girls? അതായത് നമുക്ക് ഒരു ടീം സെലക്ട് ചെയ്യണം. ആ ടീമിനകത്ത് എത്ര പേര് വേണം? 3 ബോയ്സും വേണം, 3 ഗേൾസും വേണം. അപ്പൊ നമുക്കൊരു ടീം വേണം. അപ്പൊ ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമോ ഫുട്ബോൾ ടീമോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ക്രിക്കറ്റ് ടീമോ ഫുട്ബോൾ ടീമോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ എന്തെങ്കിലും കാര്യത്തിന് അവർ 3 ബോയ്സ് ഒരു 3 ഗേൾസും വേണം.
അപ്പൊ നമുക്ക് മൂന്ന് ബോയ്സിനെയും മൂന്ന് ഗേൾസിനെയും എങ്ങനെ സെലക്ട് ചെയ്യുമെന്നാണ് അടുത്ത ലൈനിൽ പറയുന്നത്. ഓക്കെ, can a team of 3 boys and 3 girls be selected from, എവിടുന്ന് സെലക്ട് ചെയ്യണം? 5 boys and 4 girls. അതായത് ഈ 5 ബോയ്സിൽ നിന്ന് ഞാൻ 3 ബോയ്സിനെ എടുക്കണം, ഈ 4 ഗേൾസിൽ നിന്ന് ഞാൻ എത്ര ഗേൾസിനെ എടുക്കണം? 3 ഗേൾസിനെ എടുക്കണം. അങ്ങനെയെങ്കിൽ എത്ര പോസിബിൾ നമ്പർ ഓഫ് സെലക്ഷൻ, എത്ര ബേസിൽ നമുക്ക് അവിടെ എത്ര പോസിബിൾ ചാൻസസ്, എത്ര രീതിയിൽ നമുക്ക് സെലക്ഷൻ നടത്താം എന്നാണ് നമുക്ക് അവിടെ ചോദിച്ചത്. ഓക്കെ, അപ്പോഴാ ഇവിടെ മൊത്തം 5 ബോയ്സ് ഉണ്ട്. മൊത്തത്തിൽ ഇവിടെ 5 ബോയ്സും 4 ഗേൾസും നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 5 ഗേൾസില് 5 ബോയ്സില് എത്ര ബോയ്സിനെ മതി? 3 ബോയ്സിനെ മതി. 5 എണ്ണം അവിടെ നിൽക്കട്ടെ, അത് ഞാൻ 3 എണ്ണത്തിന് ഇങ്ങ് എടുക്കുന്നു. നമുക്ക് 5 പേരെ വേണ്ട, ആ ടീമിനകത്ത് 3 ബോയ്സ് മതി. അപ്പൊ സെലക്ഷൻ വരുമ്പം എങ്ങനെയാ വരുന്നത്? കോമ്പിനേഷൻ അല്ലേ വരുന്ന. 5 ബോയ്സ് ഉള്ളതിൽ നിന്നും ഞാൻ 3 പേരെ എന്ത് ചെയ്യുന്നു? 3 പേരെ ഞാൻ ഇങ്ങ് സെലക്ട് ചെയ്താൽ എങ്ങനെയാണ്? NC3 സെലക്ഷൻ വരുമ്പോ കോമ്പിനേഷൻ ആണ്. അപ്പൊ 5C3. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇനി 4 ഗേൾസ് എന്റെ കയ്യിലുണ്ട്. ആ 4 ഗേൾസിൽ നിന്ന് ഞാൻ ആ ടീമിലേക്ക് എത്ര ഗേൾസിനെ എടുക്കുന്നുള്ളൂ? 3 ഗേൾസിനെ എടുക്കുന്നുള്ളൂ. 3 ഗേൾസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. NC3 വെച്ചിട്ട് 4C3. ഓക്കെ, 4C3. അപ്പം 5 ബോയ്സിൽ ഞാൻ 3 ബോയ്സിനെ സെലക്ട് ചെയ്തു, ആ 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസിനെ സെലക്ട് ചെയ്തു. അപ്പോഴാ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ, ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് സാധ്യമാകുന്ന സെലക്ഷനുകൾ എന്ന് പറയുന്നത്, ഇവിടെ ബോയ്സിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 5C3 ബേസിൽ സെലക്ട് ചെയ്യാം. ഗേൾസിനെ എങ്ങനെ സെലക്ട് ചെയ്യാം? 4C3 ബേസിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ മൊത്തമുള്ള നമ്പർ ഓഫ് സെലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബോയ്സിന്റെ സെലക്ഷനെയും ആ ഗേൾസിന്റെ സെലക്ഷനെയും നമ്മൾ എപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് എല്ലാം നമ്മൾ ഏത് റൂളിലേ പറയത്തുള്ളൂ? ആ മൾട്ടിപ്ലിക്കേഷൻ റൂളിലാണ് മൊത്തം പോസിബിൾ നമ്പർ ഓഫ് സെലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനകത്ത് ബോയ്സ് 5 പേരുള്ള ബോയ്സ് ഞാൻ 3 പേരെയും എടുത്തപ്പോഴാണ് 5C3 സെലക്ഷൻ സ്പേസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ബോയ്സിനെ. ഗേൾസ് മൊത്തം 4 പേരുണ്ടായിരുന്നു, അതിൽ ഞാൻ 3 പേരെയും സെലക്ട് ചെയ്തു. അപ്പൊ അതെത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? 4C3. അപ്പൊ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് 5C3. അത് നേരത്തെ ഉള്ള ബോയ്സ് നമ്മൾ സെലക്ട് ചെയ്തത് ഇൻറ്റു എന്തിനാണ്? 4C3. അപ്പൊ എന്തിനാണ് 5 ഇൻറ്റു ഇടുന്നത് പറയുമ്പോൾ നമ്മൾ ഈ സെലക്ഷൻ എല്ലാം വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ പഠിച്ച പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആദ്യമേ തുടങ്ങിയ ആ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അവിടെ കളയരുത്, അത് വേണം. അല്ല ഇത് രണ്ടും എടുത്ത് കൂട്ടി വെക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ അല്ലേ വേണ്ടത്. അപ്പൊ നമ്മൾ ബോയ്സിനെ സെലക്ട് ചെയ്തു, ഗേൾസിനെ സെലക്ട് ചെയ്തു. അപ്പൊ ഫണ്ടമെന്റൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ചിട്ട് പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ട് നമ്പർ ഓഫ് ബോയ്സിന്റെ സെലക്ഷൻ ഇൻറ്റു നമ്പർ ഓഫ് ഗേൾസിന്റെ സെലക്ഷൻ ചെയ്യുമ്പോഴേ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ കിട്ടത്തുള്ളൂ. 5C3 നമ്മൾ ചെയ്യുമ്പോൾ 10 ആണ്, 4C3 ചെയ്യുമ്പോൾ 4 ആണ്. 10 into 4 40 രീതിയിൽ നമുക്ക് 3 ബോയ്സിനെയും 3 ഗേൾസിനെയും 5 ബോയ്സിൽ നിന്നും 4 ഗേൾസിൽ നിന്നും സെലക്ട് ചെയ്ത് 40 ടീം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. സാധാരണ നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങും വരുന്നുണ്ട്, അതിന് കോമ്പിനേഷനും ഒക്കെ വരുന്നുണ്ട്. ആ സെലക്ഷൻ ഒക്കെ കറക്റ്റ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് ചോദ്യം ഈ ബോയ്സിന്റെ ഗേൾസിന്റെ സെലക്ഷൻ, ബ്ലാക്ക് ബോൾ വൈറ്റ് ബോൾ സെലക്ഷൻ അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.